വെൽക്കം ടു പ്രെപ് സ്കെയിൽ. ഇപ്പോൾ നമ്മളെല്ലാവരും ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഡിഗ്രി പ്രിലിംസിന്റെ 3 സ്റ്റേജും കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും ഒരു ചിന്ത എന്നുള്ളത് മെയിൻസിന് ക്വാളിഫൈ ആവുമോ, എത്ര മാർക്കായിരിക്കും അതിന്റെ കട്ട് ഓഫ് വരിക എന്നൊക്കെയുള്ള ഒരു ചിന്തയിലും ടെൻഷനിലും ഒക്കെയാണ് കൂടുതൽ ആളുകളുള്ളത്. നമുക്ക് അനേകം എൻക്വയറീസും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയാണ് കട്ട് ഓഫ്, എങ്ങനെയായിരിക്കും ഇതിന്റെ ഓരോന്നിന്റെ കട്ട് ഓഫ് ഉണ്ടാകുന്നൊക്കെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, കട്ട് ഓഫ് നമുക്ക് എന്താണ്, ഒരു എക്സാക്ട് കട്ട് ഓഫ് നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ? അത് എങ്ങനെയാണ് PSCയുടെ ആ സമയത്ത് എത്ര ആളുകൾ എക്സാം എഴുതി അതിനൊക്കെ അനുസരിച്ചിട്ട് ആ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിനൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്കിതിന്റെ കട്ട് ഓഫ് ഫൈനലായിട്ടുള്ള കട്ട് ഓഫ് വരിക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾ മെയിൻസിന് സ്വാഭാവികമായിട്ടും പഠിച്ച് തുടങ്ങുകയും വേണം അല്ലെ? നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ട് 10-11 കാറ്റഗറി നമ്പറുകളിലായിട്ടുള്ള പോസ്റ്റുകളിലേക്കായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 3 ഘട്ടങ്ങളായിട്ട് എക്സാം നടന്നു. അപ്പൊ അതിൽ 3 ഘട്ടവും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് അല്ലെ? അപ്പൊ അതിൽ ഏതാണ് എക്സാക്ട്ലി എന്താണ് ഡിഫിക്കൽട്ടി എന്ന് നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ഓരോ ഘട്ടത്തിൽ എക്സാം ഹോളിൽ നമ്മൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അവർ ഏത് ലെവലാണോ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാക്ട് കട്ട് ഓഫ് ഈ ഓരോ റേഞ്ചിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഈ 11 പോസ്റ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് ആണ് സാധാരണഗതിയിൽ വരാറുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമുകൾ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് താരതമ്യേന ഉയർന്ന നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിന്റെ വലിപ്പവും സാധാരണഗതിയിൽ വലിയ ലിസ്റ്റാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് കുറഞ്ഞ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 കാറ്റഗറി നമ്പറിലായിട്ടാണ് KSFE-യിലേക്കും നമ്മുടെ KSRTC എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അപ്പൊ ഇതിന് രണ്ടിനും 2 ലിസ്റ്റുകളാണ് വരാറുള്ളത്. അപ്പൊ ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു KSFE-യിലേക്കുള്ളതിനാണ് കുറച്ച് വലിയ ലിസ്റ്റ്. അപ്പൊ അതിന് നമുക്ക് ഏറെക്കുറെ ഒരു 38 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? 38 മാർക്ക്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഒരു 38 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഒരു 38 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പറയാൻ വേണ്ടി പറ്റുക. പിന്നെ നമുക്കറിയാം കുറച്ച് യൂണിഫോം പോസ്റ്റുകളുണ്ട് അല്ലെ? സബ് ഇൻസ്പെക്ടർ പോലുള്ള എല്ലാ വർഷങ്ങളിൽ നടക്കുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഈ യൂണിഫോം പോസ്റ്റിന്റെ ഈ കട്ട് ഓഫ് സാധാരണഗതിയിൽ വലിയ കട്ട് ഓഫ് കാണാറില്ല നമുക്ക് അല്ലെ? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സബ് ഇൻസ്പെക്ടറിന്റെയോ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറിനും അസിസ്റ്റന്റ് ജയിലറും 3 വർഷത്തിൽ 3 വർഷം കൂടുമ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അപ്പൊ അത് താരതമ്യേന ഒഴിവ് കുറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് നമുക്ക് കുറച്ച് ഹൈ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഒരു 45-ന് മുകളിൽ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒരു പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കാണ് കേട്ടോ. പ്രതീക്ഷിതമാണ്. നമുക്ക് ചിലപ്പോൾ അതിനെന്ത് ചെയ്യാം, താഴെയും വരാം. നമുക്ക് സബ് ഇൻസ്പെക്ടറിന് ഏറെക്കുറെ ഒരു 40-ന് റൗണ്ട് എന്നുള്ള രീതിയിൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം പ്രതീക്ഷിക്കാൻ പറ്റുന്ന കട്ട് ഓഫ് മാത്രമാണ്. എക്സാക്ട്ലി ഈ ഒരു കട്ട് ഓഫ് ആവണമെന്നില്ല. ഇനിയിപ്പോൾ നാളെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ കട്ട് ഓഫ് നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും കമന്റ് ഇടും. എനിക്കറിയാം ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഉണ്ടാകുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമുക്കറിയാം അത്യാവശ്യം നിയമനങ്ങൾ നടക്കാറുള്ളതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കുറച്ചധികം ആളുകൾ പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതൊരു 45 മാർക്ക്, അറൗണ്ട് 45 മാർക്ക് എന്നുള്ളതാണ്. ഇനി അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സർവീസിൽ നമുക്കറിയാം വലിയൊരു പോസ്റ്റാണ് അല്ലെ? ഒരു ഗസ്റ്റഡ് ആയിട്ടുള്ള റാങ്ക് ആണ്. പിന്നെ അവിടെയുള്ള നിയമനം അത്യാവശ്യം കുറവാണ്, വലിയ നിയമനങ്ങൾ നടക്കാറില്ല. അപ്പൊ അതിന് ഏറെക്കുറെ നമുക്ക് ഒരു 50-നടുത്ത് അല്ലെ? ഒരു 50-നടുത്ത് ഒരു 48 എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഇതിന്റെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ടി വരും. പിന്നെ SB
SBCID അല്ലെ, SBCIDന്റെ കട്ട് ഓഫ്. SBCIDന്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ SBCIയുടെ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള, അതായത് ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് അറൗണ്ട് 52 53 മറ്റാണെന്ന് തോന്നുന്നു. അതാണ് PSCയുടെ ആ ഒരു ഇത് എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ നടന്നതിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രിലിമിനറി എക്സാം എന്നുള്ളത്. അപ്പോൾ അത് ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റേഞ്ച് തന്നെ ഒരു ഏറെക്കുറെ ഒരു 50 മുതൽ 55 എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, SBCIDന്റെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഒരു എക്സാക്ട് കട്ട് ഓഫ് എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് എത്രയാണ് കട്ട് ഓഫ് വരിക എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടേതാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ എന്താണ് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാതെ ഒരു 38 മാർക്ക് ഉള്ളവർ അല്ലെ, 38 മാർക്കോളം ഉള്ളവർ എന്ത് ചെയ്യാം, നന്നായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. പിന്നെയുള്ളത് ഏറ്റവും വലിയ എന്താണ് ഡൗട്ട് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ മെയിൻസിന്റെ സിലബസിനെ കുറിച്ചാണ് അല്ലെ, മെയിൻസിന്റെ സിലബസിനെ കുറിച്ച്. അപ്പോൾ മെയിൻസിന്റെ സിലബസ് നമുക്ക് എന്താണ് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള മെയിൻസിന്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്താണ് ഒരു അനാലിസിസ് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള യൂണിഫോം പോസ്റ്റിന്റെ ഇതുണ്ടല്ലോ, അതായത് സബ് ഇൻസ്പെക്ടർ നമുക്കറിയാം എന്താണ് സബ് ഇൻസ്പെക്ടറുടെ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള സെയിം സിലബസ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ എന്താണ് 55 മാർക്ക് മറ്റ് വിഷയങ്ങളുമായിട്ടുള്ള GKയും MEMഉം ഉൾപ്പെടെ വരുന്ന രീതിയിലുള്ള എന്താണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ആ സെയിം സിലബസിൽ തന്നെ എന്ത് ചെയ്യും നടക്കും. ഇനി എന്നാൽ എക്സൈസിന്റെയും അസിസ്റ്റന്റ് ജയിലറുടെയും ഒക്കെ എന്താണ് സിലബസിൽ ചെറിയൊരു എന്താണ് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ മുൻ വർഷങ്ങളിൽ അതായത് ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിൽ നിന്നും വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല, പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, വലിയ മാറ്റം എന്താണ് വരാൻ വേണ്ടി വലിയ സാധ്യതയില്ല. അപ്പോൾ ഏറെക്കുറെ എന്താണ് നമുക്ക് നിലവിലുള്ള ആ സിലബസ് വെച്ചിട്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, സമയം എന്താണ് ഒട്ടും പാഴാക്കാതെ GKയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സ്റ്റാറ്റിക് GKയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വീണ്ടും എന്ത് ചെയ്യാം പ്രിലിംസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും എന്ത് ചെയ്യാം അതിനൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പഠിക്കാത്ത ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം മാക്സിമം എന്ത് ചെയ്യുക ഒരു സ്ട്രെസ് കൊടുക്കുക. പിന്നെ ഓർക്കേണ്ടതെന്നാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിനെങ്ങനെയും എന്താണ് 10 എന്നുള്ള രീതി എന്താണ് ഒരു 30 മാർക്കിനുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമുക്ക് എല്ലാം എന്താണ് ഏത് എക്സാമിനും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ എന്ത് ചെയ്യാം അതും എന്ത് ചെയ്യാം പഠിച്ചു പോവുക. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാമിന്റെ ഡേറ്റ് എന്താണ് കലണ്ടർ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ പുതിയ ഫ്രഷ് സിലബസ് വരുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അഥവാ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാവുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഈ സിലബസ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ എന്താണ് ഒരു സ്ട്രെസ്സിലോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡൗട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യാം പഠനം എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, എന്താണ് പഠനം ആ ഒരു രീതിയിൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു നിലവിലുള്ള ആ ഒരു സിലബസ് വെച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠനം ആ ഒരു രീതിയിൽ കൊണ്ടുപോകണം. നമുക്കറിയാം എന്താണ് ഓഗസ്റ്റിലെ സിലബസ് വന്നു അല്ലെങ്കിൽ ഓഗസ്റ്റിൽ എന്താണ് ടൈം ടേബിൾ വന്നു അല്ലെ, ഓഗസ്റ്റിൽ എന്താണ് നിലവിൽ എന്താണ് ഡിഗ്രി എന്താണ് മെയിൻസിന്റെ ഇതൊന്നും എന്ത് ചെയ്യില്ല പ്രതീക്ഷിച്ചില്ല, അത് വന്നിട്ട് കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെപ്റ്റംബറിലേക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അല്ലെ, സെപ്റ്റംബറിലേക്ക് എന്താണ് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എന്താണ് ഒരു ജൂലൈയോടുകൂടി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരും എന്ന് എന്ത് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അല്ലെ. അപ്പൊ ജൂലൈയിൽ ഷോർട്ട് ലിസ്റ്റ് വരും. നിലവിൽ എന്താണ് നിലവിലെ ടൈം ടേബിൾ പ്രകാരം ഓഗസ്റ്റിലേക്ക് എന്താണ് എക്സാം നിലവിൽ എന്താണ് PSC പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സെപ്റ്റംബറിലേക്ക് ഡിഗ്രി മെയിൻസ് എക്സാമുകൾ എന്ത് ചെയ്യാം ഓരോന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള SI എക്സാം ഒക്കെ ഓഗസ്റ്റ് അവസാന വീക്കിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ എന്താണ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സെപ്റ്റംബർ ആദ്യ മാസത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിലെ ആദ്യ ആഴ്ചയോട് കൂടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എക്സാമുകൾ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം പഠനം കൊണ്ടുപോവാം. ഓക്കെ, എന്താണ് ഡൗട്ട് കാര്യങ്ങളൊന്നും വേണ്ട. സിലബസിൽ എന്താണ് നിലവിലുള്ള ആ ഒരു സിലബസിലെ പ്രധാന ഭാഗങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചു പോവുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് എന്താണ് വലിയ മാറ്റങ്ങൾ എന്താണ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. എങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതായത് സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യാം പെട്ടെന്ന് പഠിച്ചെടുക്കാം, വലിയ വ്യത്യാസങ്ങൾ വരില്ല. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട ഇപ്പോഴേ ബോധോടാവണ്ട. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എന്താണ് ഒരു 38 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം സുഖമായിട്ട് എന്ത് ചെയ്യാം ഇതിനു വേണ്ടി പഠിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സുഖമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മറ്റ് എന്താണ് ഈ എക്സാമുകളിൽ അല്ലെ മറ്റ് എന്താണ് കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കിന്റെ ആ ഒരു വ്യത്യാസം ഉണ്ടോ
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് മറ്റ് അതായത് എക്സാമുകൾക്ക് വേണ്ടിയും എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോകാം. അപ്പോൾ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 38 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്താണ് മറ്റ് ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠനം നിലവിലുള്ള ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം എന്ത് ചെയ്യാം കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം.